ഹേയ്, അസ്സലാമു അലൈക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരുപാട് സ്വപ്നം കാണുന്നില്ലേ? നന്നായിട്ട് പ്രയത്നിക്കുന്നുമുണ്ട്. പക്ഷെങ്കിൽ എവിടെയോ ഒരു കുറവ് അതില്ലേ? നമ്മുടെ സമയത്തിന് ബർക്കത്തില്ല, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പണം പെട്ടെന്ന് തീർന്നു പോകുന്നു, പിന്നെ മനസ്സിനൊരു സമാധാനമില്ല, അങ്ങനെയൊക്കെ തോന്നാറില്ലേ? നിങ്ങൾക്കറിയോ, ഈ വിഷമങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ അള്ളാഹു നമുക്കായിട്ട് തുറന്നു തന്ന ഒരു പ്രത്യേക കവാടമുണ്ട്. ഈ ലോകം നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പ്രൊഡക്ടിവിറ്റി ടിപ്സ് അല്ല ഇത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് സ്നേഹമുള്ള നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിച്ച, ഇന്നും ഫലം തരുന്ന ഒരു സമ്മാനാണത്. അതിൻ്റെ താക്കോല് നമ്മൾ ഉറങ്ങിക്കെടുക്കുന്ന ആ പ്രഭാതത്തിലാണ്. വരൂ, നമുക്ക് നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ആ രഹസ്യം നമുക്ക് ഒന്നിച്ചറിയാം. അതെ, നിങ്ങൾ എത്രയൊക്കെ പ്രാർത്ഥിച്ചാലും കഷ്ടപ്പെട്ടാലും എന്തുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നില്ല എന്നൊരു തോന്നൽ, ഇതിനുള്ള മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കുകളിലുണ്ട്. അദ്ദേഹം എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, അള്ളാഹുവേ, എൻ്റെ ഉമ്മത്തിന് അതിരാവിലെ നീ ബർക്കത്ത് നൽകണേന്ന്. ഇത് വെറും ഒരു പ്രാർത്ഥനയല്ല, നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ അള്ളാഹു നമുക്ക് നൽകിയ ഒരു വാഗ്ദാനാണ്. എന്താണ് ബർക്കത്ത്? ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാറില്ലേ, എൻ്റെ സുഹൃത്തിന് എന്നേക്കാൾ കുറഞ്ഞ വരുമാനം ഉണ്ടായിട്ടും അവൾക്ക് എങ്ങനെ ഇത്രയും സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യാൻ കഴിയുന്നു എന്ന്. അതാണ് ബർക്കത്ത്. ബർക്കത്ത് എന്നാൽ ധാരാളം പണമല്ല, അള്ളാഹു നിങ്ങൾക്കുള്ള കുറഞ്ഞ കാര്യങ്ങൾക്ക് പോലും മൂല്യവും ഗുണവും വർദ്ധിപ്പിച്ചു തരുന്നതാണ്. നിങ്ങളുടെ ചെറിയ വരുമാനം പോലും ആവശ്യങ്ങൾ കഴിഞ്ഞ് മിച്ചം വരും. നിങ്ങളുടെ ദിവസത്തിലെ കുറഞ്ഞ സമയം കൊണ്ട് പോലും വലിയ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങളുടെ തീരുമാനങ്ങളിൽ വ്യക്തത ലഭിക്കും, മനസ്സ് ശാന്തമാകും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ അള്ളാഹു നിങ്ങൾക്ക് റിസ്ക് എത്തിച്ചു തരും. പ്രവാചകന്റെ ഒരു സഹാബിയുടെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അദ്ദേഹം അതിരാവിലെ തന്നെ തൻ്റെ കച്ചവട കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങും. കാരണം പ്രവാചകന്റെ ഈ ദുആ അദ്ദേഹം എപ്പോഴും കേട്ടിരുന്നു. സമ്പത്തിനെ തേടി ഓടാതിരുന്നിട്ടും അള്ളാഹു അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിൽ ബർക്കത്ത് നൽകി. അദ്ദേഹം അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ധനികരിൽ ഒരാളായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ അറിയാതെ ചെയ്യുന്ന തെറ്റ്. നമ്മുടെ പ്രശ്നം എന്തെന്നാൽ നമ്മൾ വിജയം തേടി ഓടുന്നു, നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നു, പക്ഷേ ബർക്കത്തിന്റെ വാതിൽ എവിടെയാണെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. കൂടുതൽ സമ്പത്ത് വേണം, പക്ഷേ ബർക്കത്ത് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഉറങ്ങുന്നു. കൂടുതൽ സമാധാനം വേണം, പക്ഷേ ദിവസം തുടങ്ങുന്നത് അൽഹംദുലില്ലാ പറയുന്നതിന് മുമ്പ് ഫോണ് സ്ക്രോൾ ചെയ്താണ്. ലോകം ഇന്ന് പറയുന്നു, രാവിലെ എഴുന്നേൽക്കൂ, നിങ്ങൾ വിജയിക്കുമെന്ന്. പക്ഷേ ഇത് ശാസ്ത്രീയ പഠനം മാത്രമല്ല. 1400 വർഷം മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ ദൈവികമായ ഒരു രഹസ്യം കൂടിയാണ്. ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങിപ്പോയതിനു ശേഷം നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് ഫലമുണ്ടാകില്ല. ബർക്കത്തിന്റെ താക്കോലെന്ന് പറയുന്നത് സുബ്ഹാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ വാതിലുകളും തുറക്കണമെങ്കിൽ നമ്മൾ ദിവസം തുടങ്ങേണ്ടത് തന്നെ സുബ്ഹ് നമസ്കാരത്തോടെയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ലോകം നിശബ്ദമായിട്ട് കിടക്കുമ്പോൾ നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമസ്കാരത്തിനായി നിൽക്കുകയാണ്. നിങ്ങളുടെ മനസ്സും ഹൃദയവും ഏറ്റവും ശുദ്ധമായ അവസ്ഥയിലായിരിക്കും അപ്പോൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം ഈ ദുനിയാവിനേക്കാളും അതിലുള്ള സകലത്തിനേക്കാളും ഉത്തമമാണ്. ലോകത്തിലെ എല്ലാ സ്വർണ്ണ ഖനികളെക്കാളും, എല്ലാ ആഡംബരങ്ങളെക്കാളും, നിങ്ങളുടെ സ്വപ്നങ്ങളിലെ എല്ലാ വിജയങ്ങളെക്കാളും ഉത്തമമായത് അള്ളാഹു നമുക്ക് നൽകിയിട്ട് നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവുക? യാ അള്ളാഹ്, നാളെ സുബ്ഹിക്ക് എഴുന്നേൽക്കാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. പ്രഭാതത്തിലെ ബർക്കത്ത് നമ്മുടെ സമ്പത്തിലും സമയത്തിലും നിറയ്ക്കണമേ. ഞങ്ങളെ നിന്റെ അടുത്തേക്ക് അടുപ്പിക്കണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ചെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നാളെ മുതൽ ശ്രമിക്കും എന്ന് ഇൻഷാ അല്ലാഹ് എന്ന് കുറിക്കുക. അടുത്ത ദിവസം മറ്റൊരു ഇസ്ലാമിക ഓർമ്മപ്പെടുത്തലുമായിട്ട് കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.